അപ്പൊ നമുക്ക് നമ്മുടെ QnA ചെയ്യാം. പണ്ടൊക്കെ ഇങ്ങനെ അൺബോക്സിംഗ് QnA വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കാണുന്ന സമയത്ത് ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഇന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പ്ലസ് എനിക്ക് ഏകദേശം 50-ലധികം ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റൻസ് എല്ലാം ഞാൻ എടുത്ത് വായിച്ചിട്ടില്ല കേട്ടോ. കാരണം എന്താ പറയാ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഇപ്പൊ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് എന്റെ ഈ ഫോണിലോട്ട് ആക്കിയതേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ കൂടെ തന്നെ ഞാനും വായിക്കാം. എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ഞാൻ ആൻസർ ചെയ്യാം. മാക്സിമം എല്ലാ ക്വസ്റ്റൻസ് ഞാൻ വായിക്കാൻ നോക്കും. കാരണം ഓരോരുത്തരും അത്രയും ഒരു എഫേർട്ട് ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റൻസ് അവിടെ പുട്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ, എന്താ പറയാ, ഞാൻ മാക്സിമം ഒരു ആൻഡ് ഓൾസോ ഒരു 3-4 മിനിറ്റ്സിൽ വീഡിയോ എൻഡ് ചെയ്യുന്ന പോലെ വേണം എനിക്കിത് കൊണ്ടുപോകാനായിട്ട്. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട് 16 ജാനുവരി 2003 ആണ്. സ്ലീപ്പിംഗ് ടൈം പലരും ചോദിച്ചൊരു ക്വസ്റ്റൻ ആട്ടോ. സ്ലീപ്പിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോർമലി ഒരു 4 ദിവസം മുന്നേ ഒരു 10:30-10:45 ആകുമ്പോൾ കിടക്കലുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, ഇപ്പോ ഈ എന്താ പറയാ ഒരു 4 ദിവസമായിട്ട് അതൊരു 11:30-11:45 ആവലുണ്ട്. 12 മണിയുടെ അടുത്ത് ആവലുണ്ട്. കാരണം എനിക്ക് എന്താ പറയാ ഈ യൂട്യൂബിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, അതേപോലെ ഇൻസ്റ്റാഗ്രാമിന്റെ, പ്ലസ് എന്താ പറയാ എന്റെ വർക്കും കാര്യങ്ങളും, അതല്ലാതെ എന്റെ വർക്ക്ഔട്ട്, മെഡിറ്റേഷൻ, അതൊക്കെ എല്ലാം കൂടി കറക്റ്റായിട്ട് എനിക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയാ ടൈം കുറച്ച് അൺപ്രോപ്പർ ആയിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. എനിക്കൊന്ന് സെറ്റ് ചെയ്യണം ഷെഡ്യൂള്. അപ്പൊ അതാണ് സ്ലീപ്പിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് യുവർ ഡ്രീം ടു അച്ചീവ് ഫോർ ദ ലൈഫ് ടൈമിലോട്ടുള്ള ഡ്രീം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം. ഇനി അതല്ലാതെ ഒരു അപ്കമിങ് 5 ഇയേഴ്സ് ഒരു ഗോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കൊരു വീട് വെക്കണം, സ്വന്തമായിട്ടൊരു വണ്ടി, ആൻഡ് നല്ല ലെവലിൽ ഗ്രോയിങ് ആയിട്ട് ബിസിനസ് ബിൽഡ് ചെയ്യണം. ആൻഡ് ഓൾസോ ഫൈനാൻഷ്യലി അത്രയ്ക്കും സ്റ്റേബിൾ ആവണം ദാറ്റ് ദർ ഈസ് നോ നീഡ് ടു വെറി അബൌട്ട് മണി. ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുന്ന സമയത്ത് ഈ പൈസ ഇല്ലല്ലോ എന്നോട്ട് ആലോചിച്ച് ചിന്തിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരരുത്. ഒരു അപ്കമിങ് 5 ഇയേഴ്സിൽ അത് ബിൽഡ് ചെയ്യണം. പ്ലസ് എന്റെ സോഷ്യൽ മീഡിയനും അപ്കമിങ് 5 ഇയേഴ്സിൽ നല്ല ലെവലിൽ ഗ്രോത്തിലോട്ട് കൊണ്ടുപോകണം. ദിസ് ഇസ് മൈ മേജർ ഗോൾ ഫോർ അപ്കമിങ് 5 ഇയേഴ്സ്. ഓക്കെ, ദെൻ hi, I am stuck in my 2019 era. How much ever I try, I'm not able to become the old version. What to do? 2024-2025 ആ ഒരു മിഡ് ആ ഒരു പോർഷനില് ഐ വാസ് ജസ്റ്റ് ലൈക്ക് ബ്രോക്കൺ ലൈക്ക് ഹെൽ. അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊന്നും വെളിയിലോട്ട് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറെ ട്രൈ ചെയ്തു. അവിടെ നിന്ന് നമ്മളുണ്ടല്ലോ പലപ്പോഴും അയ്യോ അതിന് വെളിയിലോട്ട് വരാൻ നമ്മൾ ട്രൈ ചെയ്യും തോറും നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് പെട്ടുപോവുകയുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ അക്സെപ്റ്റ് ചെയ്യുക. എന്റെ ഒരു അഭിപ്രായമായിട്ട് ഞാൻ പറയുന്നത് അതാണ് സിറ്റുവേഷൻ. അത് അക്സെപ്റ്റ് ചെയ്യുക. അതായത് ഇങ്ങനെ വരില്ല ലെറ്റ് ഇറ്റ് ഹേർട്ട്, ലെറ്റ് ഇറ്റ് ഹീൽ എന്ന ലെവലിൽ. അതിപ്പോ എന്തായിക്കോട്ടെ. ഞാൻ ഫൈനാൻഷ്യലി ഒക്കെ ഭയങ്കര ബ്രോക്ക് ആയ ഒരു ടൈം ആയിരുന്നത്. ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ് ഇറ്റ് എൻഡ്, ലെറ്റ് ഇറ്റ് ഹേർട്ട്. ആ ഒരു ടൈമിൽ എന്താണോ ഹേർട്ട് ആവട്ടെ. ഇറ്റ് വിൽ ബി ഹീൽ. ഒരു പ്രോസസ് ഗോ ത്രൂ ചെയ്യുക, ഒരു പെയിൻ ശരിക്കും ഗോ ത്രൂ ചെയ്യുക. ആൻഡ് മെല്ലെ 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 നമ്മുടെ മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരിക. ദാറ്റ് വി നീഡ് ടു ഗോ ഫെർദർ. ഒരു ഫ്യൂച്ചർ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണല്ലേ. ഈ പ്രസന്റ് നമ്മൾ അത് ആലോചിച്ച് കളഞ്ഞുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല എന്ന ലെവലിൽ ഒരു കാര്യം നമ്മുടെ മൈൻഡിനെ പറഞ്ഞു കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. കൺഗ്രാറ്റ്സ് ഫോർ 35K. താങ്ക് യു സോ മച്ച്. ഓക്കെ, റിലേഷൻഷിപ്പ് ഉണ്ടോ? അതിനിവിടെ ഒരു പ്രസക്തി ഇല്ല ഒരു ക്വസ്റ്റ്യന് അല്ലെ. ഓക്കെ, അപ്പോ എന്താ പഠിച്ചത്? ഞാൻ സുവോളജി ഹോണേഴ്സ് ആയിരുന്നു ചെയ്തത്. റിസർച്ച് ഡിഗ്രി ആയിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നെ. എത്ര ശ്രമിച്ചിട്ടും മോർണിംഗ് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യുക? ഞാൻ സെയിം അവസ്ഥയിൽ കൂടെയാണ് കഴിഞ്ഞ 21 ദിവസം മുന്നേ വരെ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് രാവിലെ എണീക്കാന്ന് പറഞ്ഞു ഞാൻ മടി എന്ന് പറഞ്ഞിട്ടല്ലോ എന്റെ വീട്ടുകാർക്ക് അത്ഭുതത്തോടെ എന്നെ നോക്കുന്നത്. അതായത് 5 മണിക്കൊക്കെ ഇത്രയും ദിവസം എണീക്കേ. കാരണം അവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെ അത്രയും രാവിലെ എണീക്കാത്ത ഒരാളായിരുന്നു. സോ എന്താ പറയാ, ഒരു എന്റെ അഭിപ്രായത്തില് ഒരു വൈ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്യുന്നത് പോയി നോക്കുക. ഒരു പ്രോപ്പർ വൈ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ക്ലിയർ പേർപ്പസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്തുകൊണ്ട് എണീക്കണം എന്നുള്ള കാര്യം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യും, പുഷ് ചെയ്യും എണീക്കാനായിട്ട്. ഓക്കെ, ആവറേജ് എത്ര അവേഴ്സ് സ്ലീപ്പ് വേണം ഒരു ടീനേജ് സ്റ്റുഡന്റിന്? ഒരു 5 hours ഫൈൻ ആണോ? ഇറ്റ് ഡിപ്പെൻഡ്സ് ആണ്. പറഞ്ഞു ഒരു 7-8 മണിക്കൂർ ഉറങ്ങണം എന്നൊക്കെ. ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ 4 മണിക്കൂർ 5 മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലും അവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം സ്ലീപ്പിന്റെ ഒരു ക്വാളിറ്റി ആണ്. അതിനെന്താ പറയാ, നമ്മൾ കുറച്ച് എന്താ പറയാ ഫോണ്, സ്ക്രീൻ ടൈം, ബെഡ് ടൈം കുറച്ച് ഒഴിവാക്കുക. കുറച്ച് നല്ല ലെവലിൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പാണ് 5 മണിക്കൂർ എന്നെങ്കിൽ ഓക്കെ ആണ്. ഓക്കെ, hi dear, I don't have any question. All the best from my heart. Thank you so much. Okay, thank you. Okay, what is the first comeback moment? 2026 ഞാൻ വെയിറ്റ് ഗെയിൻ ആയ ഒരു ടൈം. ഒരു വെയിറ്റ് ഗെയിനിങ് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പലരും പറഞ്ഞൊരു കാര്യമായിരുന്നു. അത് ഞാൻ ചെയ്ത് കാണിച്ചപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എന്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് വന്നു. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് കംബാക്ക് മൊമെന്റ്. വാട്ട് ഈസ് യുവർ മോട്ടിവേഷൻ ഇൻ യുവർ ലൈഫ്? ഒന്ന് എന്റെ ഫാമിലിയാണ്, എന്റെ പാരന്റ്സ് ആണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ലൈഫ് ഉണ്ട്. അതായത് ഒരൊറ്റ ലൈഫ്. എന്നെ സംബന്ധിച്ച് ചിന്തിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, ഒരൊറ്റ ലൈഫേ ഉള്ളൂ. ഇതിൽ എനിക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. അല്ലാതെ ജനിച്ചു ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോയി ദെൻ ആഫ്റ്റർ ദാറ്റ് മരിച്ചു എന്ന ലെവലിലല്ലാതെ ആ ഒരു പെർട്ടിക്കുലർ ലൈഫ് സ്റ്റൈൽ എനിക്ക് വൺസ് ഈ ഒരു ലൈഫ് ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു എന്റെ ഒരു ഡ്രീം ലൈഫ് സ്റ്റൈലിനെ പറ്റിയൊരു ഇമാജിനേഷൻ. അത് എനിക്കൊരു മോട്ടിവേഷൻ ആണ്. ഓക്കെ, ഈസ് ദർ എനി സൊല്യൂഷൻ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു അതിന്റെ ബാക്കി. ഓക്കെ, എനിക്ക് മോർണിംഗ് എണീക്കാൻ പറ്റത്തില്ല. എനിക്ക് നല്ല ക്ഷീണമാണ്. കറക്റ്റ് 8 മണിക്കൂർ സ്ലീപ്പായി ശരിയാവുന്നില്ല. അതേ പറഞ്ഞത് വെരി ഇമ്പോർട്ടന്റ് ക്വാളിറ്റി. നമ്മൾ ഉറങ്ങുന്നത് 4 മണിക്കൂറാണെങ്കിലും അത് ക്വാളിറ്റി സ്ലീപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടിരിക്കാൻ പറ്റും. ക്ഷീണം കമ്മിയായിരിക്കും. ഇനീഷ്യലി എനിക്ക് 5 മണിക്ക് എണീക്കുന്ന സമയത്ത് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ടു ബി ഓണസ്റ്റ് ഞാൻ പറയുകയാണ്. ബട്ട് ഇപ്പൊ വരെ എനിക്ക് എണീക്കുന്ന സമയത്ത് ഓക്കെ ആ ക്ഷീണം കമ്മിയായി വരുന്നുണ്ട്. സ്ലീപ്പിന്റെ ക്വാളിറ്റി കുറച്ചുകൂടി ഇംപ്രൂവ് ആവുന്നുണ്ട്. അതിന് കുറച്ച് മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യട്ടോ. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. സിസ് ഏത് കോഴ്സാണ് പഠിച്ചത്? സുവോളജി ഹോണേഴ്സ് ആണ്. ഹൗ ടു ഗെറ്റ് ഇനീഷ്യൽ പവർ? എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്താണ് ഉദ്ദേശിച്ചത്. ഹായ് നന്ദന, ഐ ലവ് വാച്ചിങ് യുവർ വീഡിയോസ്. ഇറ്റ്സ് റിയലി
inspiration to me to move on, keep going. Thank you so much. Good job. Lots of love. Thank you so much. Sending a lots of love to you also. What's your honest opinion about human beliefs, God, and religious concept? Oh, കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് പറഞ്ഞു. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ പറയുന്നതിനോട് എല്ലാവരും ചിലപ്പോൾ എഗ്രി ചെയ്യുന്നില്ല. ഞാൻ എന്റെ ഒരു തോട്ട്, എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഷെയർ ചെയ്യുന്നത്. ഐ ആം എ സ്പിരിച്വൽ പേഴ്സൺ. ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട് ഒരു ഹയർ പവർ ഉണ്ട്, നമ്മളെക്കാളൊക്കെ മേലൊരു പവർ ഉണ്ടെന്നും, ആൻഡ് ദാറ്റ്സ് വൈ വി ആർ ഹിയർ ഇൻ ദിസ് എർത്ത് എന്നൊക്കെയാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം അത് റിലീജിയസ് കൺസെപ്റ്റിലോട്ട് വരുന്ന സമയത്ത് ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള ട്രഡീഷൻ, കൾച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നു. At the end, for me, ultimately, there is a higher power who is protecting all of us and guiding us in this life. Yeah. What is your profession? How do you manage to do things even when you don't feel like doing? Okay. To be honest, initially, ഞാൻ ആദ്യമൊക്കെ എനിക്ക് ചെയ്യണം തോന്നിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കുറച്ച് ഇമോഷണലി ഡൗൺ ആണ്, വീക്ക് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ എന്റെ ചെയ്യേണ്ട കാര്യം വിട്ടിട്ട് ഞാൻ ഇവിടെ അതോ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പതിവുള്ളത്. പക്ഷെ കറന്റ്ലി ഐ ആം ചേഞ്ചിങ് ഇറ്റ്. ഓക്കെ, ഞാനിപ്പോ എക്സാമ്പിൾ എന്തെങ്കിലും ആലോചിച്ച് വിഷമിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും അപ്പൊ ഉറങ്ങുമായിരിക്കും, കുറച്ച് കരഞ്ഞ് കളയുമായിരിക്കും. അറ്റ് ദ സെയിം ടൈം ആഫ്റ്റർ ദാറ്റ് എനിക്ക് എന്താണോ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ഇമോഷൻസിലായിക്കോട്ടെ കാര്യങ്ങൾ സ്റ്റക്കായി, നമ്മുടെ മൂഡ്സിൽ സ്റ്റക്കായി നിൽക്കരുത് ഒരിക്കലും. നമുക്ക് ചെയ്യാൻ തോന്നാത്ത സമയത്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ എത്തേണ്ട അവിടെ എത്തുക എന്നുള്ളതാണ് റിയാലിറ്റി. വാട്ട്സ് യുവർ പ്രൊഫഷൻ? ഞാൻ മെയിൻലി ഇപ്പൊ കണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ് എന്റെ മെയിൻ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. At the same time, I'm doing a business too. ഞാൻ already പറഞ്ഞ പോലെ തന്നെ after 1 year I will reveal it. I'm building something from scratch. Okay, you are amazing girls. Thank you so much. To be honest, ഞാൻ പറയട്ടെ, എനിക്ക് എക്സ്പെഷ്യലി ഗേൾസിന്റെ ഈ ഒരു കൈൻഡ് ഓഫ് കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് എന്താ പറയാ, ഐ ലവ് വുമൻ സപ്പോർട്ടിങ് ഈച്ച് അതർ. ഓക്കെ, യാ, കൺഗ്രാറ്റ്സ്, താങ്ക് യു. Every day I think it should be a new beginning, but I can't. Please tell me something starting tips. ഞാൻ എക്സാക്ട്ലി ആദ്യത്തെ ദിവസം 5 മണിക്ക് എണീക്കുന്നതിന് മുന്നേ വരെ ഞാൻ 5 മണിക്ക് എണീക്കണം, നാളെ തൊട്ട് എന്റെ പുതിയ ബിഗിനിങ് ആയിരിക്കും, ഇനി എന്റെ കംപ്ലീറ്റ് ചേഞ്ച് ആകുമ്പോൾ കൊണ്ടിട്ട് കിടന്നിട്ടുണ്ട്. പക്ഷെ രാവിലെ എണിച്ചിട്ടില്ല. അറ്റ് ദ സെയിം ടൈം എന്താ പറയാ, ഞാൻ എപ്പോഴാണോ എഗെയിൻ ഞാൻ പറയുകയാണെങ്കിൽ ക്ലിയർ വൈ, ക്ലിയർ പേർപ്പസ്, പ്ലസ് എനിക്ക് എസ്കേപ്പ് ആവുന്ന ഡോർ ഞാൻ എപ്പോഴാണോ ക്ലോസ് ചെയ്തത് അപ്പൊ ഞാൻ എണീക്കാൻ തുടങ്ങി. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ ടിപ്പ്. നമുക്ക് എന്താ പറയാ, ഒരു കാര്യം നമ്മൾ തീരുമാനമെടുത്തു, ജിമ്മിൽ പോകണം തീരുമാനമെടുത്തു, അത് പോവാതിരിക്കാനുള്ള പല റീസൺസ് ഉണ്ട്. അപ്പൊ ആ ഡോർസ് ഉണ്ടല്ലോ, അത് പോവാതിരിക്കാനുള്ള കാര്യം നമ്മൾ ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് എന്താ പറയാ, അത് ചെയ്യാൻ കുറച്ചുകൂടി പോസിബിൾ ആവും. ചേച്ചി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ റീച്ച് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ എന്തൊക്കെ ചെയ്യണം? ഓക്കെ, ഞാൻ പറയാം. ഇപ്പൊ എന്റെ ഒരു ചാനൽ തന്നെ എടുത്ത് നോക്കുക, ഏകദേശം ഒരു 1.6K സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. എന്റെ വ്യൂസ് അറൌണ്ട് 100, 200, 300 ലെവലാണ് പോകുന്നത്. കാരണം ഞാൻ ഇപ്പോഴാണ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്, റൈറ്റ്? സോ നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കാം. ഇപ്പൊ എനിക്കറിയില്ല ഇത് എന്ന് മോണിറ്റൈസ് ആവും, എനിക്ക് ഇതിന് ഇപ്പൊ ഒരു ഫൈനാൻഷ്യൽ തിങ്സ് വരും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയാവുന്ന കാര്യം എന്താ, ഇട്ടുകൊണ്ടേയിരിക്കുക, എന്തെങ്കിലും ഒരു ദിവസം മോണിറ്റൈസ് ആവും എന്നതാണ് റിയാലിറ്റി. അല്ലാതെ ഇതിന്റെ ഒരു പെർട്ടിക്കുലർ ഹാക്സും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ലെവലിൽ അറിയത്തില്ല. അറ്റ് ദ സെയിം ടൈം ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് പറഞ്ഞതായിരുന്നു. ബട്ട് ഹിയർ ഐ എം ബിൽഡിംഗ്. വെൻ ഐ റീച്ച് സംവർ ഡെഫിനറ്റ്ലി എനിക്ക് ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു. വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ? ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട്സ് യുവർ ഡ്രീം ആൻഡ് അംബിഷൻ? ഞാൻ പറഞ്ഞു 5 ഇയേഴ്സിലോട്ടുള്ള ഡ്രീംസും കാര്യങ്ങളൊക്കെ. ഫ്രം വേർ യു ഗെറ്റ് ദ മോട്ടിവേഷൻ ടു ഗെറ്റ് ദിസ് മൈൻഡ് സെറ്റ്? ടു ബി ഓണസ്റ്റ്, എവറി ഡേ ഞാൻ മോട്ടിവേറ്റഡ് അല്ല, ബട്ട് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഹാവ് എ മൈൻഡ് സെറ്റ് ലൈക്ക് ദിസ്. അറ്റ് ദ സെയിം ടൈം നല്ലൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തി എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കണം, ഡിസിപ്ലിൻഡ് ആയിരിക്കണം എന്നൊന്നുമില്ല. നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, പക്ഷേ there are days like ഇമോഷൻ ലോ ആൻഡ് അപ്സൈഡ് പോകുന്ന ഡേയ്സ് ഒക്കെ ഉണ്ടാവും. ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ, ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് get onto the track again and again and again. That's it.